أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: من ازداد علما يزدد هدى لم يزدد من الله تعالى إلا بعدا. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അനുഗ്രഹീതമായ ദുൽഹജ്ജ് മാസത്തിന്റെ എല്ലാ ഫضലുകളും കരഗതമാക്കിയ സജ്ജനങ്ങളിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പരിപാവനമായ ഹജ്ജും ഉംറ സിയാറത്തൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജിനെയും ഉംറയും സിയാറത്തിനെയും അല്ലാഹു മഖ്ബൂലും മർളിയുമാക്കട്ടെ. വരും വർഷത്തിൽ തന്നെ നമുക്കും ആ പുണ്യമായ കർമ്മത്തിനു വേണ്ടി പുറപ്പെടാൻ അല്ലാഹു അവസരം തരട്ടെ. നാളത്തെ വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ സന്താനങ്ങൾ ഉൾപ്പെടെ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവരായ മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു സ്വർഗം നസീബാക്കുമാറാകട്ടെ. നമ്മോടൊപ്പം വിവിധങ്ങളായ രോഗാവസ്ഥകളും വിഷമതകളും കൊണ്ട് കഷ്ടപ്പെടുന്ന ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാ രോഗാവസ്ഥകൾക്കും അല്ലാഹു പരിപൂർണമായ ശമനം നൽകട്ടെ. വിശിഷ്യ എല്ലാ വെള്ളിയാഴ്ചയും വളരെ നേരത്തെ 8 മണി 9 മണി ആകുമ്പോഴേ നമ്മുടെ പള്ളിയിലെത്തി ദിക്ർ ചെയ്ത് നമസ്കരിച്ചിരുന്ന സിദ്ദീഖ് മാമ കഴിഞ്ഞ ദിവസം വേഗം രോഗബാധിതനായി 1 മാസത്തോളം ചികിത്സ വേണ്ട അർത്ഥത്തിൽ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലായിരിക്കും. അദ്ദേഹത്തിന്റെ രോഗവും അല്ലാഹു പരിപൂർണമായും ശിഫയാക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് അല്ലാഹു അദ്ദേഹത്തിനെ എത്രയും വേഗം എത്തിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ വീടുകളും കുടുംബങ്ങളും നാടും അന്തരീക്ഷവും ഒക്കെ നമ്മുടെ മക്കളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ദിനങ്ങളായി ചുറ്റിത്തിരിയുകയാണ്. ഉല്ലാസത്തിന്റെയും വിനോദങ്ങളുടെയും അവധിക്കാലം കഴിഞ്ഞ് ദക്ഷിണേന്ത്യയിലെ കൊച്ചുമക്കളെല്ലാം വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് എങ്ങും കാണുന്നത്. ചില കണക്കുകൾ പ്രകാരം 36 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പ്രാഥമിക കലാലയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൈസ്കൂൾ തലങ്ങളും ഒക്കെ കൂട്ടിയാൽ ഏകദേശം 12,000 വിദ്യാലയങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. 24 സർവകലാശാലകളും 2000 ചെല്ലുവാനും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഒക്കെ ചേർന്ന് 10-15,000-ഓളം വിദ്യാലയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ബാക്ക് ടു സ്കൂൾ പദ്ധതികൾ മനോഹരമായി വർണ്ണശബളമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വീണ്ടും 10,000-കണക്കിന് കുട്ടികളുടെ എണ്ണം അംഗസംഖ്യയിൽ കുറവ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 2015-ൽ 37.72 ലക്ഷം കുട്ടികളാണ് വിദ്യാലയങ്ങളിലേക്ക് പുതുതായി എത്തിച്ചേർന്നതെങ്കിൽ 2 വർഷം മുമ്പ് 2024-ൽ നടന്ന കണക്ക് പ്രകാരം 36.43 ലക്ഷം കുട്ടികളായി. ഈ വർഷം അതിനേക്കാളും കുറഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസത്തോടും വിദ്യാലയങ്ങളോടുമുള്ള താല്പര്യക്കുറവല്ല, ജനസംഖ്യയിലുള്ള കുറവാണ്, കുട്ടികളുടെ കുറവാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലായത്. കുടുംബങ്ങളിൽ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിൽ മക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ മറ്റൊരു പ്രധാന വിഷയമായി ചർച്ച ചെയ്യേണ്ടതാണ്. മക്കളുടെ എണ്ണത്തിലെ കുറവും കുടുംബാസൂത്രണ പദ്ധതികളുമെല്ലാം ആധുനിക തലമുറയെ രക്ഷയിലേക്കാണോ തകർച്ചയിലേക്കാണോ നയിക്കുക എന്ന് പുതിയ വിഡ്ഢി കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ മനസ്സിലാവും. മനുഷ്യനെ സൃഷ്ടിച്ച മാനവകുലത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ
ലോകത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കുവാൻ പഠിപ്പിക്കപ്പെട്ട മനുഷ്യൻ അല്പം പോന്നവന്റെ ബുദ്ധിയും യുക്തിക്കും അനുസരിച്ച പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് പലതും വലിയ വിജയപ്രതീക്ഷകളോടെ നടപ്പിലാകും. 10 അല്ലെങ്കിൽ 25 കൊല്ലത്തിനുള്ളിൽ അത് പരാജയമായിരുന്നു എന്ന് സമ്മതിക്കുകയും ആ നിയമം മാറ്റി മറ്റൊന്നിലേക്ക് മാറുകയും ചെയ്യും. ഇത് ലോക ചരിത്രത്തിൽ എന്നും എക്കാലവും മനുഷ്യലോകത്ത് ദൃശ്യമായി കൊണ്ടിരിക്കുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുമക്കളും അല്പം മുതിർന്ന കൗമാരക്കാരായ മക്കളുമെല്ലാം അവരുടെ പുതിയ പുതിയ വിദ്യാഭ്യാസ ലോകത്തിന്റെ പുതിയ കാര്യങ്ങളുമായി പുതിയ കലാലയമുറ്റത്തേക്ക് എത്തുകയാണ്. കുറച്ചു കുട്ടികൾ ഇതൊന്നും പരിചിതമല്ലാതെ മാതാവിന്റെ മടിത്തട്ടും വീടിന്റെ ഉള്ളറകളും കളിക്കോപ്പുകൾക്കിടയിലായി കഴിഞ്ഞുകൂടിയ കുഞ്ഞുമക്കൾ അവരും എത്തിക്കപ്പെട്ടപ്പോ അവരിൽ നിന്ന് കണ്ട കരച്ചിലും അല്പനേരത്തെ പകച്ചു നിൽക്കലും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഓടി മാതാപിതാക്കളുടെ മുമ്പിലേക്ക് വന്ന മനോഹരമായ കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നാളുകൾക്ക് മുമ്പ് തന്നെ പരിശ്രമം തുടങ്ങിയത്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാതാപിതാക്കൾ പല കാര്യങ്ങൾ ആലോചിക്കുന്നു. തങ്ങളുടെ മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസം എങ്ങനെ കിട്ടും എന്നതിനെക്കുറിച്ച്, അതെവിടെയാണ് കിട്ടുക എന്നതിനെക്കുറിച്ചെല്ലാം ജാഗരൂകരായിരുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം വലുതാണ്, വളരെ വലുതാണ്. തന്റെ കുട്ടിയാകണം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. ലോകത്തെ ഒരു ഇതിഹാസമായി തന്റെ കുട്ടി മാറണം. ലോകം എല്ലാം ഉറ്റുനോക്കുന്ന കുട്ടിയായി തന്റെ മകനും മകളും മാറണമെന്ന ലക്ഷ്യത്തിലാണ് മാതാപിതാക്കൾ, കുടുംബം, വീട്ടുകാർ ഓരോ കുട്ടിയെയും ബാഗും തൂക്കി കുളിപ്പിച്ചൊരുക്കി പുത്തൻ ഉടുപ്പെല്ലാം വിടിവിച്ച് കലാലയങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ചൂണ്ടിക്കൊടുത്ത സൂചകങ്ങളും ലക്ഷ്യങ്ങളും റോൾ മോഡലുകളും എല്ലാം ആ കുട്ടിക്ക് ഈ ഭൗതിക ലോകത്തെ വലിയ സ്വപ്ന ലോകം, അതിനെയാണ് ആ കുട്ടിക്ക് മുമ്പിൽ തെളിയിച്ചു കൊടുത്തത്. ആ കുട്ടി കാണുന്നത് അതാണ്. അതിനപ്പുറം ആ കുട്ടിയുടെ ഉള്ളിലുള്ള ധാർമ്മികതയും മനുഷ്യത്വവും സാമൂഹിക വ്യവസ്ഥിതിയോട് ചേർന്ന് ജീവിക്കാനുള്ള മനുഷ്യപ്പറ്റിനെയും ഉണർത്തുവാനുള്ള ഒരു മാതൃകകളും ഒരു സൂചകങ്ങളും മാതാപിതാക്കൾ ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല. ആ കുട്ടിയെ സൂചിപ്പിക്കുന്നതെല്ലാം നീ വലിയൊരാളാകണം എന്നതിലേക്കാണ്. നീ ഭാവിയിൽ നാടും ലോകവും ശ്രദ്ധിക്കുന്ന ഒരാളായി മാറണം എന്നതിനെ കുറിച്ചാണ് മാതാപിതാക്കളും എല്ലാവരും ആ കുട്ടിയോട് സൂചിപ്പിക്കുന്നത്, പറയുന്നത്. എല്ലാവരെയും കവച്ചു വെച്ചുകൊണ്ട് പ്രകൃതിയും പ്രപഞ്ചത്തിന്റെ മുഴുവൻ സുഖങ്ങളും തന്റെ ചുറ്റാകെ വന്ന് അടിഞ്ഞുകൂടുന്നത് കാണാൻ കഴിയുന്ന ഒരു കാലം, അതിലേക്കാകണം നമ്മുടെ വേഗത്തിലുള്ള സഞ്ചാരം എന്ന് പഠിപ്പിക്കുന്ന കുട്ടി മക്കൾ അതിനെ ലക്ഷ്യമാക്കി അവർ സഞ്ചരിച്ചു തുടങ്ങും. അവിടെ ഹനിക്കപ്പെടുന്ന നിരപരാധികളുടെ ജീവൻ, പ്രകൃതിയും പ്രപഞ്ചത്തിലെ നിഷ്കളങ്കരായ ജീവജാലങ്ങളും സാധു മനുഷ്യരും ജീവലോകവും പ്രകൃതിയും ഒന്നും നശിക്കുന്നതൊന്നും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അതവരുടെ ചർച്ചയുടെ ഭാഗമേ അല്ല. ജനനം മുതൽ മരണം വരെയും എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ വ്യവസ്ഥാപിതമായ മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന മതങ്ങളുടെ ദർശനങ്ങളൊന്നും അവിടെ ചർച്ചയാക്കപ്പെടുന്നുമില്ല. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കണം, അതിന്റെ ഭാഗമായ വിദ്യാഭ്യാസം എന്താണ്, എന്തിനാണത് നേടേണ്ടത്, ലക്ഷ്യമാക്കപ്പെടേണ്ടത് എന്ത് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായി പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാം, വിശുദ്ധ ദീനും മതങ്ങളും മതദർശനങ്ങളും മാനവകുലത്തിനെ പഠിപ്പിക്കുന്ന അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, ധാർമ്മികതയുടെ സുന്ദരമായൊരു ലോകം പരിചയപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും മാനവ ലോകത്തിന്റെ മഹോന്നതമായ വേദഗ്രന്ഥവുമായ വിശുദ്ധ ഖുർആൻ മനുഷ്യലോകത്തിനെ സൂചിപ്പിക്കുന്നത്, മനുഷ്യലോകത്തിനെ മാടി വിളിക്കുന്നത് വിജ്ഞാനത്തിന്റെ ഭൗതികതയുടെ ലോകത്തിലേക്കല്ല. നമ്മൾ നന്നായി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആത്മീയതയുടെ അഭിനിവേശം കയറിയിട്ട് ആളൊഴിഞ്ഞ മലഞ്ചെരുവ് തേടി ചെന്ന് ഒരു മലഞ്ചെരുവിലെ ചെറിയൊരു ഗുഹയുടെ ഉള്ളിൽ ധ്യാനത്തിലിരുന്ന പരിശുദ്ധ പ്രവാചകൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പാറി വന്ന മാലാഖ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്, അങ്ങ് ആഗ്രഹിക്കുന്ന ആത്മീയതയുടെ ലോകത്തിന് സഹായകമാകുന്ന വചനങ്ങളായിരുന്നില്ല.
അങ്ങിവിടെ ഇരുന്നു കൊള്ളിന്, സ്വർഗത്തിലേക്കുള്ള വഴി, ആ വഴി തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന അങ്ങിവിടെ ഇരുന്നു കൊള്ളിന്, ഇവിടെ ഇരുന്ന് തസ്ബീഹും തഹ്ലീലും ദിക്റും സുജൂദുമായി ഇവിടെ അങ്ങനെ കഴിഞ്ഞുകൊള്ളിന്, നിങ്ങൾക്ക് ഇതിലൂടെ രക്ഷയുണ്ടാകും, വിജയമുണ്ടാകും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയല്ല. പിന്നെയോ പാറിപ്പറന്ന് വന്ന മാലാഖ ഹിറയുടെ മലഞ്ചെരുവിൽ, ആ മലഞ്ചെരുവിൽ ഹിറാ ഗുഹയുടെ ഉള്ളിലിരുന്ന പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു കൊടുത്തത്, യാ റസൂലല്ലാഹ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم اقرأ باسم ربك الذي خلق. പുണ്യ പ്രവാചകൻ ആത്മീയത തേടിയാണ് പോയത്. മക്കയുടെ ജനത്തിരകൾക്കിടയിൽ നിന്ന്, മക്കയുടെ എല്ലാ സുഖസൗകര്യങ്ങൾക്കിടയിൽ നിന്ന്, മക്കയുടെ ആഭാസ ലോകത്ത് നിന്നും ആത്മീയത തേടിക്കൊണ്ട് പരിശുദ്ധ റസൂലിന്റെ ഒഴിഞ്ഞു മാറിയിട്ടുള്ള ജീവിതം, ഒഴിഞ്ഞു മാറിയിട്ടുള്ള മലഞ്ചെരുവിലുള്ള വാസം, ആ വാസത്തിൽ ധ്യാനത്തിന് സഹായകമാകുന്ന വാക്കുകളല്ല. പിന്നെയോ പറഞ്ഞത്, പുണ്യ പ്രവാചകരെ, ഓ മുഹമ്മദേ, അങ്ങ് വായിക്കൂ, പഠിക്കൂ, ചിന്തിക്കൂ, ലോകത്തെ അറിയൂ, മനുഷ്യനെ അറിയൂ, പ്രകൃതി അറിയൂ, ഈ പ്രപഞ്ചത്തിന്റെ മഹാസംഭവങ്ങളെ അറിയൂ. ആ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവലോകത്തോടൊപ്പം ജീവിക്കൂ, മനുഷ്യരോടൊപ്പം ജീവിക്കൂ. ആ മനുഷ്യരെ അങ്ങ് സന്മാർഗത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കൂ. പ്രവാചകരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മീയത തേടിയാണ് ഇരുന്നതെങ്കിൽ ആ പ്രവാചകനോട് പഠിപ്പിച്ചു, വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, ലോകത്തിലേക്ക് ഇറങ്ങുക, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക, ജനങ്ങളെ പഠിപ്പിക്കണം, ശരിയെന്ത് തെറ്റെന്തെന്ന് പഠിപ്പിക്കണം, അറിവ് പറഞ്ഞു കൊടുക്കണം, അറിവ് പഠിപ്പിച്ചു കൊടുക്കണം, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കണമെന്ന് പഠിപ്പിച്ചെങ്കിൽ ഇത് പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആൻ ഇതുപോലെ സുന്ദരമായ വിജ്ഞാനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, ഗവേഷണത്തിന്റെ ലോകത്തേക്ക് മനുഷ്യന്റെ ബുദ്ധിയെ തട്ടിയുണർത്തിക്കൊണ്ട് മാടി വിളിച്ച, ജനശ്രദ്ധ ക്ഷണിച്ച ഏതെങ്കിലും ഒരു വേദമോ ഒരു ദർശനമോ ലോകത്തിലുണ്ടാവുകയില്ല. നമുക്ക് മുമ്പിൽ അറിവിന്റെ മഹാപ്രതിഭകളുണ്ട്, അറിവിന്റെ വലിയ വലിയ കലാലയങ്ങളുണ്ട്. അങ്ങ് യൂറോപ്പിന്റെ പല കോണുകളിലായുള്ള ഓക്സ്ഫോർഡിന്റെ, കേംബ്രിഡ്ജിന്റെ കലാലയമുറ്റങ്ങൾ സ്വപ്നം കണ്ടു കഴിയുന്ന നവതലമുറയുണ്ട്. അവരുടെ മുമ്പിൽ വിജ്ഞാനം എന്നാൽ, വിദ്യാഭ്യാസം എന്നാൽ ആധുനിക ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ ഏറ്റവും അധികം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സ്ഥാനമാണ് അറിവിലൂടെ ലക്ഷ്യമാവുക. നമ്മുടെ മക്കളെ പഠിക്കാൻ കൊണ്ടുവന്നാക്കിയ കലാലയങ്ങളിലേക്ക് കൊണ്ടുപോയി അൽപ്പിക്കുമ്പോ, ആ കലാലയങ്ങളിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് വന്ന മാതാപിതാക്കൾ അവിടെ എത്തുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും അതിന്റെ പ്രവേശന ഉത്സവത്തിന്റെ പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴും ആദ്യാവസാനമുള്ള മനോഹരമായ വർണ്ണശബളമായ പല പരിപാടികൾ സംബന്ധിക്കുമ്പോഴും അവിടെ ഒരിടത്തും തന്നെ ആ കുട്ടിക്ക് മുമ്പിൽ അവന്റെ ഉള്ളിലിരിക്കുന്ന ധാർമ്മികതയെ തൊട്ടുണർത്തുന്ന ഒരു കാര്യത്തിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാവർക്കും കാണിക്കാനുള്ളത്, സൂചിപ്പിക്കാനുള്ളത് കുട്ടികൾക്ക് നൽകപ്പെടുന്ന ഭാവിയിലെ വലിയ വലിയ പദ്ധതികളെ കുറിച്ച്, വലിയ ഫെസിലിറ്റീസിനെ കുറിച്ച്, മറ്റ് സ്കൂളുകളെ, കലാലയങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സ്കൂൾ ഒരുക്കിയിട്ടുള്ള പുതിയ സൗകര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറയുകയെങ്കിൽ ഈ കുട്ടിക്ക് ഭാവി നൽകുന്ന ലക്ഷ്യം എന്താണ്, ഭാവിയിലേക്കുള്ള ചുവട്ടുപടികൾ എങ്ങനെയാണ്, എങ്ങോട്ടാണ് ഈ കുട്ടിയുടെ സഞ്ചാരം, എവിടെയാണ് ഈ കുട്ടി എത്തപ്പെടേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ മനുഷ്യത്വപരമായ ധാർമ്മികത മൂല്യങ്ങളിൽ ഊന്നിയ ഒരു ലക്ഷ്യബോധവും കാണിക്കപ്പെടുന്നില്ല. ഇവിടെയാണ് മുസ്ലിമിന്റെ, മനുഷ്യന്റെ കുട്ടികൾ സാധാരണ സമൂഹത്തിൽ ഇന്ന് തെളിക്കപ്പെടുന്ന ലോകത്തിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലർക്കൊരു ധാരണയുണ്ട്, ചില കലാലയങ്ങൾ അവിടെ പോയാലാണ് വലിയ വിദ്യാഭ്യാസം കിട്ടുക, വലിയ അറിവ് കിട്ടുന്നത് അവിടെ പോയാലാണ്, നമ്മുടെ മക്കൾ വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നത് അവിടെ പോയിട്ടാ. അധിക കാലമായിട്ടില്ല അങ്ങനെ വലിയ സ്വപ്നം കണ്ടുപോകുന്ന കലാലയങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം, അവിടുത്തെ അധ്യാപകരുടെ നിലവാരം, അവിടുത്തെ വലിയ വലിയ പഠിപ്പുള്ള ആളുകളെന്ന് പറയുന്ന ആളുകളുടെ ക്വാളിറ്റി, അവരുടെ അറിവിലുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എവിടെ പോയാലും ശരി അറിവ് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടേണ്ടത് നമ്മുടെ മക്കളെ കുഞ്ഞുടുപ്പ് ധരിപ്പിച്ച്, പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച്, ബാഗും പുസ്തകവും കയറ്റിയിട്ട് അവരെ സ്കൂൾ ബസ്സിലേക്ക്, സ്കൂൾ വാനിലേക്ക് കയറ്റിവിടുമ്പോ ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? ഒരു കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ലോക പ്രശസ്തമാണ് ഇന്ത്യയുടെ ഗുരുകുല വിദ്യാഭ്യാസം.
ഈ ഭാരതത്തിന്റെ ഗുരുകുല വിദ്യാഭ്യാസം, ആ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ മാതൃക തിരക്കിപ്പോയാൽ മതങ്ങൾ പഠിപ്പിച്ച അറിവിന്റെ വിജ്ഞാനത്തിന്റെ ഒരു വിതരണമുണ്ട്. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന മനോഹരമായ അദബിന്റെ മര്യാദയുടെ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടത്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഭൗതിക സുഖങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൗതികതയിലേക്ക് മാത്രം കണ്ണുനട്ട് സഞ്ചരിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാക്കിയെടുക്കപ്പെടുമ്പോ ഈ കുട്ടികൾ നാളെ ഭാവിയിൽ ആർക്ക് വേണ്ടി എവിടെ എങ്ങനെ ഉപകരിക്കുന്നു? എന്താണ് അവൻ നേടുന്നത്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്തൊരു കാലമുണ്ടായിരുന്നു, നമുക്കൊന്നും ഒരറിവുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എല്ലാ മനുഷ്യരെയും മാനവ ലോകത്തിന്റെ ചിന്താമണ്ഡലങ്ങളെ തട്ടിയുണർത്തുകയാണ്. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പ്രതിഭാശാലികളായ ഒരുപാട് മനുഷ്യർ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും കലാലയങ്ങളും വിദ്യാലയങ്ങളും കൊണ്ട് ലക്ഷ്യമാക്കപ്പെടേണ്ടത് എന്ത് എന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയാണ്. വിദ്യയും വിദ്യാലയങ്ങളും എന്തിന് എന്നറിയാത്ത ഒരു തലമുറയ്ക്ക് മുമ്പിലാണ് വീണ്ടും കലാലയങ്ങൾ തുറന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിൽ എന്തിനാണ് വിദ്യാലയങ്ങൾ അവർക്കറിയില്ല, എന്തിനാണ് പോകുന്നത് അവർക്കറിയില്ല. അവരുടെ മാതാപിതാക്കൾ അവർക്ക് സൂചിപ്പിച്ചു കൊടുക്കുന്ന, അവരെ പ്രചോദിപ്പിക്കുന്ന, അവരെ ക്ഷണിക്കുന്ന ഏതോ ഒരു ലോകം. എങ്ങനെയൊക്കെയോ ഈ ഭൗതിക ലോകത്ത് സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ വാരിക്കൂട്ടുക. ആരാന്റെ കയ്യിലുള്ള പണം അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഇങ്ങോട്ടെത്തണം. അതിലെ ഹലാൽ ഹറാമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഏത് മനുഷ്യന്റെ ജീവനും സ്വത്തും സുഖ സന്തോഷങ്ങളും ഹനിച്ചിട്ടാണെങ്കിലും തന്റെ ജീവിതം സുഖവും ഭദ്രവുമായിട്ടിരുന്നാൽ മതി എന്നതിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുന്ന ഒരു ലക്ഷ്യം, അതിലേക്കാണ് ഇത് നയിക്കപ്പെടുന്നത്. അതിനപ്പുറം ഒരു കുട്ടി എന്തിന് എവിടെ എങ്ങനെ സഞ്ചരിക്കണം എന്നതിനെ കുറിച്ചൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. അറിവ് എന്നത് അറിവിന്റെ ഉടമസ്ഥൻ, അറിവ് എന്നതിന് ഭൗതികമെന്നും ആത്മീയമെന്നും ചിലരൊക്കെ വിഭജിച്ച് പറയാറുണ്ട്. സത്യത്തിൽ അറിവിന് അങ്ങനെ ഒരു വിഭജനമില്ല. എല്ലാ അറിവും ഉടമസ്ഥനായ അല്ലാഹുവിൽ നിന്നുമാണ്. 2 മാസം മദ്രസ വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ, ചില ട്യൂഷനുകളും സെന്ററുകളും ഒക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് ഇനി സ്കൂൾ മാത്രം, അല്ലെങ്കിൽ സ്കൂളിന്റെ വിദ്യാഭ്യാസം മാത്രം. ഇതിന് രണ്ടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ രണ്ടിനെ രണ്ടായിട്ട് എന്തിനാണ് കാണുക? എങ്ങനെയാണ് അങ്ങനെ കാണാൻ കഴിയുക? അറിവിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അറിവിന്റെ ഉടമസ്ഥൻ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ മുഴുവൻ ഉടമസ്ഥനാരാ? അവനാണ് അറിവിന്റെ ഉടമസ്ഥൻ. അവൻ നൽകിയ അറിവുകൾ മാത്രമാണ് മനുഷ്യന് നേടാനും അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. അവൻ പഠിപ്പിച്ച അറിവുകൾ മാത്രമേ ഉള്ളൂ. മനുഷ്യരാകുന്ന നാം ആരും തന്നെ അറിവോടുകൂടി ജനിച്ചവരല്ല. അല്ലാഹു പറയാ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒരറിവുമില്ലാത്ത, വലിയ വിജ്ഞാനവും വിവരവും അറിവുമൊന്നുമില്ലാത്ത വെറും അശുക്കളായി നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നൊരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? وجعل لكم السمع والأبصار والأفئدة. 3 അവയവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട്, ശരീരത്തിലെ 3 ഭാഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വജഅല ലകുമുസ് സമഅ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് കേൾവിയെ തന്നില്ലേ? വൽ അബ്സാറ, കാഴ്ചകളെ തന്നില്ലേ? ചിന്തിക്കാൻ കഴിയുന്ന ഹൃദയവും ചിന്താഗ്രാഹ്യ ശേഷിയും തന്നില്ലേ? എന്തിനാണിത് തന്നത്? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങളെ നന്ദി കാണിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ നന്ദിയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ച അതേ ദിവസം, അതേ മാസം, അതേ സമയത്ത് ഈ ഭൂലോകത്തേക്ക് പിറന്നു വീണ എല്ലാ മനുഷ്യരും ഇന്ന് നമ്മെപ്പോലെ ജീവിക്കുന്നവരാണോ? പലരുടെയും ജീവിത നിലവാരം, ജീവിതാവസ്ഥകൾ വ്യത്യസ്തമല്ലേ? ആരൊക്കെയോ എങ്ങനെയോ ഒക്കെ എത്രയോ പ്രയാസപ്പെട്ട് ജീവിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ജീവിത സുഖങ്ങൾ ഒരുപോലെയല്ല. പല മനുഷ്യർക്കും അല്ലാഹു കൊടുത്ത നിഅമത്തുകൾ വ്യത്യസ്തമാണ്. അവരുടെ എല്ലാ മാതാപിതാക്കളും ആ മക്കളെ കൊണ്ടുപോയി 1-ാം ക്ലാസ്സിലേക്ക്, LKG-യിലേക്ക്, കിൻഡർ ഗാർട്ടനിലേക്ക് കൊണ്ടുപോയാക്കുമ്പോ ആ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ സ്വപ്നം കണ്ടത് വലിയ ലോകമായിരുന്നു. എന്നാൽ അവരെത്തപ്പെട്ടതോ, അവർ നേടിയതോ ആ മാതാപിതാക്കൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെയല്ല, വ്യത്യസ്തമാണ്.
പല രൂപത്തിലാണ് മനുഷ്യന്റെ വളർച്ച, പല രൂപത്തിലാണ് മനുഷ്യന്റെ വികാസം. മനുഷ്യൻ നേടുന്ന സുഖ സൗകര്യങ്ങൾ പല കോലത്തിലാണ്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക. അവരാണോ അള്ളാഹുവിന്റെ റഹ്മത്തിനെ വിഹിതം ചെയ്തു കൊടുക്കുക? ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സുഖ സൗകര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല അള്ളാഹു നൽകുക. എല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളുടെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ആരോട് ചിലതേ പറയാനുണ്ടാവുള്ളൂ. ആരാകണം? വലിയ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അതാണ് വലിയ സ്വപ്നം. അതിനപ്പുറമൊന്നില്ല. എല്ലാവരുടെയും മുമ്പിലും അതാണ്. അത് നമ്മുടെ നാട്ടിലേ ഉള്ളൂ. പുറം നാടുകൾ സഞ്ചരിച്ചാൽ എല്ലാവരും അങ്ങനെ പറയുന്നവരല്ല. ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ച്, അവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അനുസരിച്ച് അവൻ എത്തപ്പെടാവുന്ന നല്ല ഒരു മേഖല ചൂസ് ചെയ്യും. ടാലന്റ് ടെസ്റ്റ് നടത്തിയിട്ട് നല്ലൊരു മേഖല ഏതാണെന്ന് കണ്ടെത്തും. എന്നിട്ട് അതിലേക്ക് അവരെ തെളിക്കും. അതാണ് യഥാർത്ഥത്തിൽ നല്ല ശരിയായ വിദ്യാഭ്യാസം എന്ന്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അയൽപക്കത്തുള്ളവർ എന്ത് തിരഞ്ഞെടുത്തു അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അവർ നമ്മളെക്കാളും മേലെയാവാൻ പാടില്ല. അപ്പൊ അവരെന്ത് തിരഞ്ഞെടുത്തു അതായിരിക്കണം നമ്മൾ. നമ്മുടെ കുട്ടിക്ക് അതിന് കഴിയോ, നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇതൊന്നും അല്ല വിഷയം. എല്ലാവരുടെയും സ്വപ്നം വളരെ വലുതാണ്. അങ്ങനെ സ്വപ്നം വളരെ വലുതായതുകൊണ്ട് എല്ലാവരും ആ സ്വപ്നം കാണുന്ന ലോകത്തേക്ക് തന്നെ എത്തണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. എങ്കിലും ദുനിയാവ്, ഈ പ്രകൃതി, ഈ പ്രപഞ്ചം തന്നെ തകർന്നു പോകും. അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാവർക്കും ഒരുപോലെയല്ല. നഹ്നു ഖസംനാ ബൈനഹും, മനുഷ്യർക്കിടയിൽ അവർക്ക് നൽകപ്പെട്ടിരുന്ന സുഖങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വിഹിതം ചെയ്ത് നൽകിയിരിക്കുന്ന നാമാണ്. അവരുടെ ജീവിത നിലവാരങ്ങളിലെ വ്യത്യാസങ്ങൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ, അവരുടെ ജോലി, ഉദ്യോഗം, വരുമാനം, ആരോഗ്യസ്ഥിതി, ഭവനം, മറ്റ് ഇതര സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെയല്ല. മനുഷ്യർ തന്നെ ഒരുപാട് തട്ടുകളിലായിട്ടുണ്ട്. പല വിഭാഗങ്ങൾ, പല രൂപത്തിലാണ് ജീവിക്കുക. ഇതൊക്കെ പടച്ചവന്റെ ക്രമീകരണമാണ്. ഈ ദുനിയാവിൽ അങ്ങനെയാണ്. ആ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഒരുപോലെയല്ല. ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനുഷ്യന് നൽകപ്പെട്ട അളവിൽ ഉപയോഗിച്ച് അത് നൽകിയ ഉടയതമ്പുരാനെ തിരിച്ചറിഞ്ഞ് അവന് ശുക്ർ ചെയ്യുക എന്നിടത്താണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം പൂർത്തിയാവുക. അവിടെയാണ് പൂർത്തിയാവുക. അതിന് കാഴ്ച, കേൾവി, ചിന്താശേഷി, ഗ്രാഹ്യശേഷി ഒക്കെ മനുഷ്യനെ നൽകിയിട്ടുള്ളത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകാനാണ്. അള്ളാഹുവിനെ അറിയുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകാനാണ്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി, വലിയ കലാലയങ്ങൾ തേടി ഓടുന്ന പുതിയ തലമുറയിൽ ഏറ്റവും മുമ്പിലാണ് നമ്മളുള്ളത്. ഏറ്റവും മുമ്പിലാണ് നമ്മളുള്ളത്. ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അന്ന് കേരളത്തിൽ മലയാളക്കരയ്ക്ക് മുമ്പിൽ ഏറ്റവും കൂടിയ വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്ന് ധരിപ്പിക്കപ്പെട്ട, അതായത് കൂടിയ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുന്തിയ ഫീസ് വാങ്ങി പഠിപ്പിക്കപ്പെടുന്ന കലാലയം. അന്ന് എൽ കെ ജി ആണ്, കിൻഡർ ഗാർഡൻ. LKG 1 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തുകൊണ്ടായിരുന്നു അഡ്മിഷൻ. അങ്ങനത്തെ ഒരു സ്കൂൾ തുടങ്ങി. ആ സ്കൂൾ തുടങ്ങിയതിന്റെ അനൗൺസ് വന്നു. 20 ദിവസത്തിനകം സ്കൂളിന്റെ സ്ട്രെങ്ത് ഫുള്ളായി. ആ സ്കൂളിലെ അഡ്മിഷൻ ഫുള്ളായി. നോ അഡ്മിഷൻ ബോർഡ് വെക്കേണ്ടി വന്നു. അഡ്മിഷൻ എടുത്തിരിക്കുന്ന ആളുകളത്ത് പോയി അന്വേഷിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായവുമായിരുന്നു. ബഹുഭൂരിപക്ഷം നമ്മളായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പണം ചെലവഴിക്കുന്ന, ഏറ്റവും വലിയ തുക ചെലവഴിക്കുന്ന അറിവ് എവിടെ നിന്ന് കിട്ടോ, അങ്ങനെയുള്ള കലാലയം എവിടെ ഉണ്ടോ അവിടെ നിന്ന് വലിയ എന്തൊക്കെ കിട്ടുമെന്നാണ്. കുറെ പണം ചിലവഴിച്ചത് കൊണ്ട്, കുറെ പൈസ കൊടുത്തത് കൊണ്ട്, കുറെ ക്യാഷ് മുടക്കിയത് കൊണ്ട് തങ്ങളുടെ കുട്ടി ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തും എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവനേക്കാളും വലിയൊരു വിഡ്ഢിയില്ല. അറിവ് എന്തിനാണ് അറിവ്? നമ്മുടെ മക്കളെ എവിടേക്കാണ് നമ്മൾ നയിക്കുന്നത്? എന്തിനാണ് അറിവ്? ആ അറിവ് കൊണ്ട് കുട്ടി സഞ്ചരിക്കേണ്ടത് എങ്ങോട്ടാണ്? ഖുർആനാണത് പറയാ. കേട്ടും കണ്ടും മനസ്സിലാക്കിയും മനുഷ്യൻ നേടുന്ന അറിവുകൾ, ആ അറിവ് ദുനിയാവിൽ അവന് ജീവിക്കുവാൻ ആവശ്യമായ അറിവുകളാണ്. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നും വന്നതാണ്. അറിവിന്റെ ഉടമസ്ഥൻ അധ്യാപകനല്ല, അറിവിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആദ്യത്തെ മനുഷ്യൻ പഠിപ്പിക്കപ്പെട്ട അറിവുകൾ പിന്നീട് പകർന്നു നൽകപ്പെട്ട താവഴിയാണ്. അതിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണിയും ഒക്കെ 100 ശാസ്ത്ര ശാഖകളായി, വിജ്ഞാന ശാഖകളായി നമ്മുടെ മുമ്പിലുണ്ട്.
എന്നാൽ അതൊക്കെ ഒന്ന് പൊളിച്ചു പഠിച്ചു നോക്കിയേ. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ഇതിലൂടെ പഠിക്കുന്നത്? ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവൻ ഏറ്റവും വേണ്ട, അവന്റെ ജീവൻ നിലനിർത്തുവാൻ അനിവാര്യമായ ശുദ്ധ വായു, ശുദ്ധ വെള്ളം, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖ, അതൊരു വലിയ സയൻസിന്റെ ശാഖയായി മാറുന്നു. അത് കഴിഞ്ഞ് അവന് ആഹരിക്കേണ്ട ആഹാരം, ഭക്ഷ്യയോഗ്യമായ ഭക്ഷ്യവസ്തുക്കൾ, അവന്റെ ജീവൻ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്തൊക്കെ, അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ശാഖ. അത് കഴിഞ്ഞാൽ അവന് നാണം മറയ്ക്കാൻ, ശരീരം മറയ്ക്കാൻ ആവശ്യമായ വസ്ത്രം, ആ വസ്ത്രം ഉണ്ടാക്കാനും അത് നെയ്തെടുക്കാനും അതുമായി ബന്ധപ്പെട്ട വിപണനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ലോകം, അതൊരു വിജ്ഞാന ശാഖ. അത് കഴിഞ്ഞ് അവർ താമസിക്കാൻ ആവശ്യമായ, വെയിലും മഴയും ഏൽക്കാതെ ഒന്ന് കിടന്നുറങ്ങി ജീവിക്കുവാൻ ആവശ്യമായ ഒരു കെട്ടിടം വേണം, മേൽക്കൂരയുള്ളൊരു കെട്ടിടം വേണം, അതുണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന ഒരു വിജ്ഞാന ശാഖ. അവൻ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായാൽ അവിടെ ചികിത്സ നൽകുവാൻ സഹായകമാകുന്ന ഒരു വിജ്ഞാന ശാഖ. ഇങ്ങനെ മനുഷ്യന് അവന്റെ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ് പൂർത്തിയാക്കുവോളം കാലം ജീവൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ചു പോകുവാൻ ആവശ്യമാകുന്ന ഓരോ കാര്യങ്ങൾ അവന് നൽകുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതിനെ ബന്ധപ്പെട്ടൊരു വിജ്ഞാന ശാഖ രൂപപ്പെടുകയാണ്. ആ വിജ്ഞാന ശാഖയിലൂടെ അവൻ നേടുന്നു, ആ മേഖലയിൽ ഒരാൾ കൂടുതൽ സമയം ചെലവഴിച്ച് അവനതിന്റെ സർവീസ് പ്രൊവൈഡറായി മാറുന്നു. എല്ലാവരുടെയും സർവീസ് തുല്യമായി വിഹിതം ചെയ്യപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന് സ്വസ്ഥമായി ജീവിച്ചു പോകാൻ കഴിയുക. ആരും ആരെക്കാളും മേലെയോ താഴെയോ അല്ല, ഇവരെല്ലാവരും ഉള്ളത് കൊണ്ടാണ് മനുഷ്യന് ജീവിച്ചു പോകാൻ കഴിയുക. എല്ലാവരും ഉണ്ടാകണം, അപ്പോഴാണ് മനുഷ്യന് ജീവിച്ചു പോകാൻ കഴിയുക. അങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി പടക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാത്തിനേക്കാളും മേലെയാണെന്നും താനെല്ലാം നേടിയവനാണ് എന്നെല്ലാം ധരിക്കുമ്പോഴും അവൻ എത്ര വലിയ ബലഹീനനാണ്. മനുഷ്യനോളം കഴിവില്ലാത്തവൻ, മനുഷ്യനോളം ബലഹീനൻ വേറേത് ജീവിയുണ്ട് എന്ന് പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ, ജീവലോകത്തിലേക്ക് ഇറങ്ങി ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മനുഷ്യൻ മനസ്സിലാകും. മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെയല്ല എല്ലാ ജീവജാലവും. അവകൾ പിറന്നു കഴിഞ്ഞാൽ അമ്മയെ കാണാത്ത ജീവജാലങ്ങൾ, ആ അമ്മയുടെ സ്പർശനവും തലോടലും ഒന്നും കിട്ടാതെ പിന്നെ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ജീവജാലങ്ങൾ എത്രയോ ഉണ്ട്. അവകൾ ആദ്യമായി ആഹരിക്കുന്നു, അതിന്റെ ആദ്യത്തെ അന്നവും വെള്ളവും എന്ത് എന്ന് പോലും കാണിച്ചു കൊടുക്കാൻ അമ്മയില്ല. എന്നാലും അതിന്റെ അന്നവും വെള്ളവും എന്ത്, എങ്ങനെ എന്നതിനൊക്കെ കുറിച്ച് അറിയാം. ആരത് പഠിപ്പിച്ചു കൊടുത്തു? ആരാണ് അറിവ് പകർന്നു കൊടുത്തത്? അതിനാരോ പകർന്നു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അവിടെയാണ് നിരീശ്വരവാദികളുടെയൊക്കെ വാദങ്ങളെല്ലാം തകർന്നു പോകുന്ന. ഈ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ ഒക്കെ സൃഷ്ടാവായ, ജഗന്നിയന്താവായ, ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തകളെത്തുക. ആ സൃഷ്ടാവ് സൃഷ്ടിച്ച മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിവുകൾ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ചിലത് സ്വയം ഏകദേശമൊക്കെ മനസ്സിലാവും. 4 ഘട്ടങ്ങളായി മനുഷ്യൻ നേടുന്ന അറിവുകൾ. ഒന്ന് ബാല്യകാലത്ത് അവൻ മനസ്സിലാക്കുന്ന എന്തെല്ലാമൊക്കെ കാര്യങ്ങൾ. കൗമാരത്തിൽ കുറെ കാര്യം മനസ്സിലാക്കും, യൗവനത്തിൽ കുറെ മനസ്സിലാക്കും, വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഈ അറിഞ്ഞതും മനസ്സിലാക്കിയതും അത്യാഗ്രഹപ്പെട്ട് ഓടിയതുമൊക്കെ എത്ര വ്യർത്ഥമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലമാണ്. ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകപ്പെട്ടിരിക്കുന്ന അറിവ് മുഴുവനും ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യന്റെ ജീവിതം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ ആവശ്യമായ അറിവാണ്. അത് മുഴുവനും പ്രവാചകന്മാരിലൂടെ. ആദ്യത്തെ മനുഷ്യനായ, ആദ്യത്തെ പ്രവാചകനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകനാണല്ലോ ആദ്യത്തെ മനുഷ്യനും പ്രവാചകനും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത ദിവ്യ സന്ദേശം വഹി. ആ വഹിയിൽ ആദ്യമായി നൽകപ്പെട്ടത് വഹിയു തക്വീനാണ്. 2 വഹിയാണ് എല്ലാ പ്രവാചകന്മാർക്കും, ഭൂരിപക്ഷം പ്രവാചകന്മാർക്കും അല്ലാഹു വഹിയു തശ്രീഅ്, ശറഇന്റെ വഹിയാണ് നൽകിയത്. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ആദ്യമായി നൽകിയത് വഹിയു തക്വീനാണ്. ഈ സൃഷ്ടി പ്രപഞ്ചം, ഈ പ്രകൃതി, ഈ പ്രപഞ്ചത്തിലെയും പ്രകൃതിയിലെയും വസ്തുവകകൾ, സസ്യലതാദികൾ, ജീവലോകം, ഇതൊക്കെ മനുഷ്യനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു, മനുഷ്യൻ ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നതും കഴിയാത്തതും എന്ത് എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ആ പഠിപ്പിച്ച അറിവാണ് ഇന്നത് കഴിക്കാം, ഇന്നത് കഴിച്ചുകൂടാ, ഇന്നതിന്റെ ഇന്ന ഭാഗം കഴിക്കണം. ഒരു പഴമെടുത്താൽ അതിന്റെ ബലഭൂഷ്ടമായ, ഉപയോഗമായ ഭാഗം ഇന്നതാണ്, ഇന്നതിൽ വിഷമാണ് എന്നുപോലും പഠിപ്പിച്ചു തരാൻ ഒരു ബോട്ടണിയും സയൻസും വളരാത്ത കാലത്ത് കഴിച്ചു നോക്കിയിട്ടല്ലല്ലോ ഇന്ന പഴത്തിന്റെ ഇന്ന ഭാഗമാണ് ഫലപ്രദം എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയത്. നമ്മുടെ മാതാപിതാക്കൾ, മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നു, നമ്മൾ കഴിച്ചു വരികയാണ്.
അപ്പൊ ആദ്യത്തെ മനുഷ്യൻ ഇത് പഠിപ്പിച്ചു കൊടുത്തത് ആര്? അവിടെയാണ് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാ അറിവും പഠിപ്പിച്ചു കൊടുത്തത് ആദമിന് അല്ലാഹുവാണ്. ആ ആദമിന് പഠിപ്പിച്ചു കൊടുത്ത അറിവ് പിന്നീട് തലമുറകൾ കൈമാറി എത്തി. കാലാന്തരത്തിൽ ഏതൊക്കെയോ സമൂഹത്തിൽ എവിടെയെല്ലാമോ ഒക്കെ ചാരക്കോ അതിനെ ഭൗതികം, മതപരവും ഭൗതികം, മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം എന്നിങ്ങനെ ആത്മീയം ഭൗതികം രണ്ടാക്കി. യഥാർത്ഥത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇങ്ങനെ രണ്ടില്ല. ഇത് രണ്ടും ഒന്നായി പഠിപ്പിക്കപ്പെട്ട ഒരു കാലമാണ് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലം ഒരു 2 നൂറ്റാണ്ടപ്പുറം വഴി ഇത് രണ്ടും പഠിപ്പിക്കപ്പെട്ടത് പള്ളികളുടെ തിരുമുറ്റങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന വിദ്യാലയങ്ങളിൽ രണ്ടും പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിക ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച കലാലയങ്ങളൊക്കെയും രണ്ടും ഒരുമിച്ച് പഠിപ്പിച്ചതാണ്. ഒന്ന് ദുനിയാവിൽ ഈ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ആവശ്യമായ കുറച്ചറിവുകൾ, മറ്റൊന്ന് യഥാർത്ഥ ലോകത്തെ ജീവിതം, ആ ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാക്കേണ്ട ആത്മീയതയ്ക്ക് ഉപകരിക്കുന്ന, ആത്മീയതയ്ക്ക് ശക്തി പകരുന്ന അറിവ്. ഇത് രണ്ടും ചേർന്ന ഒരു മനുഷ്യന്റെ സഞ്ചാരത്തിലേക്കാണ് ലോകം നയിക്കപ്പെട്ടതെങ്കിൽ അതിൽ നിന്നുമെല്ലാം വിഭിന്നമായി ഇതിൽ ആത്മീയതയുടെ ലോകത്തിനെ പാടെ നിരാകരിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പോലും പോകാത്ത രൂപത്തിൽ, അതിലേക്ക് താല്പര്യം പോലും ഉണ്ടാകാതെ അതിനോട് അവജ്ഞ തോന്നുന്ന രൂപത്തിലുള്ള കലാലയ മുറ്റങ്ങളിലേക്കാണ് നമ്മുടെ മക്കളിൽ നല്ലൊരു ശതമാനവും നയിക്കപ്പെടുന്നത്. നവലിബറലിസത്തിന്റെ ലോകം, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മാത്രമാണ് ജീവിതത്തിനുള്ളത്. ഇവിടത്തെ സുഖങ്ങളും സന്തോഷങ്ങളും എത്ര ആസ്വദിക്കാൻ കഴിയുമോ അത്രയും ആസ്വദിച്ചേക്കുക. അതിനപ്പുറം ഇനിയൊരു ലോകം, അതൊക്കെ വെറുതെയാ. ഇനിയൊരു ലോകമൊന്നുമില്ല. ഇവിടെ കിട്ടുന്ന സുഖങ്ങൾ എത്രയുണ്ട് അത് മുഴുവൻ ആസ്വദിച്ച് അവനവന്റെ സുഖങ്ങളെ മാത്രം ലാക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതിനെന്തെല്ലാം നേടാൻ കഴിയുമൊക്കെ നേടണം. ഇതാണ് ആകത്തുകയായി പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള കലാലയങ്ങൾ ആണോ നമ്മുടെ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നതിനെ കുറിച്ചൊന്നും രക്ഷകർത്താക്കൾ കൊടുത്ത് ആലോചിക്കേണ്ടി വരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഇംഗ്ലീഷ് അക്ഷരമാലകളിൽ മനോഹരമായി പറയാനും കേൾക്കാനും പറയിപ്പിക്കാനും ഒക്കെ കഴിയുന്ന വിദ്യാലയങ്ങളും കലാലയങ്ങളുമായ അവിടെ തന്റെ കുട്ടി ഭദ്രമാകും, അവൻ വലിയ ഭാവിയുടെ ഉടമസ്ഥനായി മാറും എന്നെല്ലാം കരുതിക്കൊണ്ട് വിടുകയാണ്. അള്ളാഹു ആക്കുമാറാകട്ടെ. അറിവ് എന്നത് കുറെ അക്ഷരജ്ഞാനമല്ല, കേവല അക്ഷരജ്ഞാനമല്ല. വായിക്കാനും എഴുതാനും ചിലതൊക്കെ കണ്ടുപിടിക്കാനും ചിലതിന്റെ കേടുപാടുകൾ തീർക്കാനും കഴിയുന്ന വിദ്യാഭ്യാസത്തിനല്ല യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറയേണ്ടത്. ആ അറിവിനപ്പുറം ഒരു തിരിച്ചറിവാണ് മനുഷ്യന് വേണ്ടത്. അറിവിനപ്പുറം തിരിച്ചറിവാണ് വേണ്ടത്. ഒന്നാമത്തേത്, ഈ ലോകത്തേക്ക് ജനിച്ചു വന്ന തന്റെയും ഈ പ്രകൃതിയിലെ ഇതര ജീവജാലങ്ങൾക്കും ഇടയിൽ തനിക്കുള്ള സവിശേഷതകൾ, തന്നെ വ്യത്യസ്തമായ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പടയ്ക്കപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ആ കഴിവിലേക്കാണ് ആ കുട്ടി നയിക്കപ്പെടേണ്ടത്. ദുനിയാവിലെ പരിമിതമായ ജീവിതത്തിൽ തനിക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള അറിവ്, ആ അറിവിന് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അറിവിനെ കുറിച്ച് പറയുമ്പോൾ, വിദ്യയും വിജ്ഞാനത്തെയും കുറിച്ച് പറയുമ്പോൾ ഗരോവ ചെയ്യപ്പെടുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തുന്ന വിദ്യാലയങ്ങളല്ല, ഓടും ഗ്ലാസും എറിഞ്ഞു പൊട്ടിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിദ്യാലയങ്ങളല്ല, ഭക്ഷണവും ക്ലാസും മുടക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിദ്യാഭ്യാസമല്ല, അതിന് പ്രചോദനം നൽകുന്ന അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാഭ്യാസമല്ല. വിദ്യാഭ്യാസം എന്നാൽ വിദ്യയും വിജ്ഞാനവും ഉടമസ്ഥനായ രക്ഷിതാവിൽ നിന്നുമുള്ളതാണ്. ഇന്ന് ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തുകൊണ്ടാണ് പഠിക്കാൻ തുടങ്ങുക. അങ്ങനെ പഠിക്കാൻ വേണ്ടി മക്കളെ കൊണ്ടുപോയി ആക്കിയിട്ട് വന്നവരാണ് നമ്മൾ. മിനിമം 20-25,000 ഡൊണേഷൻ കൊടുത്തുകൊണ്ട് ഏറ്റവും പ്രാഥമിക ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി മക്കളെ പ്രവേശിപ്പിച്ചിട്ട് വന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്നലകളിൽ ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നമ്മുടെ നാടിന്റെ പരിചിതമായൊരു വിദ്യാഭ്യാസം. അറിവ് ആഗ്രഹിച്ചു വരുന്നവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. എന്തിനാ വന്നത്, എന്തുകൊണ്ട് ഇതിന് വന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ ചോദിച്ച്, അങ്ങനെ ലക്ഷ്യം കറക്റ്റ് ആണെങ്കിൽ, ശരിയാണെങ്കിൽ ഇവിടെ കൂടിക്കോ. ഗുരുവിനെ തേടി വന്ന കുട്ടിയെ ഗുരുവിന്റെ വീട്ടിലായി താമസ സൗകര്യത്തിന്റെ ഒരു ഭാഗത്തിലായി താമസിക്കുവാനുള്ള സൗകര്യം കൊടുത്ത് അവിടെ തന്നെ കഴിഞ്ഞുകൂടി ആ ഗുരു പറയുവോളം കാലം ആ ഗുരുമുഖത്ത് നിന്നും അറിയുന്ന അറിവുകളൊക്കെ നേടിക്കൊണ്ടു പോകുന്ന ഒരു വിജ്ഞാനകാലം. പുസ്തകങ്ങളില്ല, സിലബസുകളില്ല, വർഷത്തിൽ തീർക്കാനുള്ള പോർഷൻ ഇല്ല, 45 മിനിറ്റിൽ ചുരുങ്ങുന്ന പീരീഡ്സ് ഇല്ല. എന്തൊക്കെയോ പഠിപ്പിക്കപ്പെടുന്നു. പണ്ടൊരു പിതാവ് ഒരു കുട്ടിയെ പഠിക്കാൻ കൊണ്ടുപോയാക്കി. ഗുരുവിന്റെ മുമ്പിലെത്തിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത അറിവെല്ലാം അതിവേഗം പഠിച്ചു. പഠിപ്പിക്കുന്നതൊക്കെ അന്നന്ന് കാണാതെ പഠിക്കും. ഒക്കെ പഠിച്ച് എത്രയും വേഗം പഠിച്ച് പൂർത്തിയാക്കണമെന്നതായിരുന്നു കൂട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയത്. സമയമില്ല, ധൃതിയാണ്. എല്ലാം പഠിച്ചു. പഠിപ്പിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോ കുട്ടി വേഗം വീട്ടിലേക്ക് മടങ്ങിയെത്തി. പിതാവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ പിതാവ് ചോദിച്ചു, ഇത്ര വേഗം തിരിച്ചു വന്നത് എങ്ങനെ?
കുട്ടി പറഞ്ഞു, ഗുരു പഠിപ്പിക്കാനുള്ളതെല്ലാം പഠിപ്പിച്ചു, ഞാനെല്ലാം പഠിച്ചു, ഇനി അവിടെ പഠിക്കാനൊന്നുമില്ല. എന്താ പഠിച്ചത്? കുറെ അക്ഷരജ്ഞാനം, കുറെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ച കുറെ അറിവുകൾ പറഞ്ഞു കൊടുത്തു. ആ പിതാവ് പറഞ്ഞു കൊടുത്തു, ഇതുവരെയും നീ പഠിച്ചതിനപ്പുറം ഒരാൾക്ക് നേർക്കുനേരെ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത, വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ചില അറിവുകളാണ് ഒരു ഗുരുവിൽ നിന്ന് നീ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. അത് നീ പഠിച്ചിട്ടുണ്ടാകാൻ ഈ സമയം മതിയാവില്ല. അതെന്താണ് എന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? ആ കുട്ടി പറഞ്ഞു, അറിഞ്ഞിട്ടില്ല. എന്നാൽ തിരിച്ചു പോകണം. ഗുരുവിന്റെ മുമ്പിലേക്ക് പോയിട്ട് പറഞ്ഞു, എന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഇതുവരെ പഠിച്ചതൊന്നുമല്ല പിതാവ് ലക്ഷ്യമാക്കിയത്, പിന്നെയോ പറയാത്ത, ഇതുവരെയും പഠിപ്പിക്കാത്തതും പറയാത്തതും പറഞ്ഞു തരാൻ കഴിയാത്തതായി എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് പഠിക്കാൻ വേണ്ടി എന്നെ പിന്നെയും തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഗുരു പറഞ്ഞു, എങ്കിൽ ഇനിയാണ് നീ വിദ്യാർത്ഥിയാവുക, ഇനിയാണ് നീ വിദ്യാർത്ഥിയാവുക, ഇനിയാണ് യഥാർത്ഥ ഒരു മനുഷ്യനായി നീ വളരാൻ തുടങ്ങുക. അക്ഷരജ്ഞാനത്തിനപ്പുറം മനുഷ്യനെയും സഹജീവികളെയും പ്രകൃതിയെയും പ്രപഞ്ചത്തിനെയും ഈ ഭൂലോകത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കാനും മനസ്സിലാക്കി യാത്ര ചെയ്യാനും കഴിയുന്ന ഒരു മനുഷ്യനായി വളരുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുക. അതിനാണ് ലോകത്ത് അല്ലാഹു അറിവിനെ വെച്ചത്, അതിനാണ് പ്രവാചകന്മാർ വന്നത്, അതിനാണ് മതങ്ങളും ദർശനങ്ങളും എല്ലാം മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടത്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നവ ലിബറലിസത്തിന്റെ സുഖങ്ങളും, ലിബറലിസം പറയുന്ന ജനറൽ ന്യൂട്രാലിറ്റിയുടെ വിദ്യാഭ്യാസവും വിജ്ഞാനവും ഒക്കെ അതാണ് വലുത് എന്ന് കരുതി സഞ്ചരിക്കുന്ന പുതിയ തലമുറയിൽ നമ്മുടെ മക്കൾക്ക് കൃത്യമായൊരു ബ്രേക്ക് ഉണ്ടാകണം. നമ്മുടെ വിദ്യാലയങ്ങൾ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആത്മീയതയുടെയും കൃത്യമായ ചരടുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നതാകണം. ചരടുകൾ അഴിച്ചുവിട്ടുകൊണ്ട് ലിബറലിസം പറയുന്ന ലോകത്തിലൂടെ സഞ്ചരിക്കുവാൻ വിട്ടുകൊടുക്കുന്നവരായാൽ ആ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ഈ മക്കൾ എന്നേക്കുമായി അകന്നു പോകുന്ന പറവകളെ പോലെയായിരിക്കും. അവർ തിരിച്ചു വരാൻ പോകുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നാഫിആയ ഇൽമിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്തിരുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, അനസേ, എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യ്, റബ്ബി സിദ്നി ഇൽമ നാഫിഅ. ഇൽമൻ നാഫിഅ, നാഫിഅ ഇൽമ പ്രയോജനം ചെയ്യുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഫലം ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന അറിവുണ്ടാകണം. അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. അങ്ങനെയുള്ള അറിവാണ് മനുഷ്യന് വേണ്ടത്. ആ അറിവിലേക്കാകണം നമ്മുടെ മക്കളെ പറഞ്ഞു വിടേണ്ടത്. ഖുർആനിന്റെ ഹദീസിന്റെ മതങ്ങളും ദർശനങ്ങളും പഠിപ്പിച്ച അറിവിലൂടെ സഞ്ചരിക്കുവാനാകണം നമ്മുടെ മക്കൾ നയിക്കപ്പെടേണ്ടത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ മക്കളെ ഉമ്മത്തിന്റെ, ദീനിന്റെ, സമൂഹത്തിന്റെ, നമ്മുടെ എല്ലാവരുടെയും ഭാവിയുടെ പ്രതീക്ഷകളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ഉയർച്ചകളും ആ മക്കൾക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ.